ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം സ്മരിച്ചന്വകം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദേരഹരഃ പീപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ശ്രീഹരേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവം പഞ്ചേന്ദ്രോപാഖ്യാനം. മുന്നം ദേവകളെല്ലാം നൈമിഷാരണ്യത്തിങ്കൽ നിന്നൊരു സത്രമാരംഭിച്ചിതു നരപതേ. നല്ലൊരു പത്നിയെയും ഉണ്ടാക്കി വൈവസ്വതൻ കല്യാണം വന്നിടുവാൻ താപസേന്ദ്രന്മാരോടും യാഗവും ദീക്ഷിച്ചിരുന്നിടിനാനതുകാലം. രോഗാതിമരണവും മനുഷ്യർക്കില്ലാതെയായി മർത്യന്മാർക്കവനിയിൽ മരണമില്ലായ്കയാൽ വർദ്ധിച്ചു ചമഞ്ഞിതു ദേവകൾ. അതുകൊണ്ടും സൂത്രമാദികൾ പോയി ബ്രഹ്മനെ ചെന്നു കണ്ടാരെത്രയും ഭയമായി ചമഞ്ഞു ഞങ്ങൾക്കിപ്പോൾ മർത്യരും അമർത്യരും ഭേദമില്ലെന്നായി വന്നു. സത്രവും പിതൃദേവാദികൾക്കില്ലെന്നായി വരും. സന്താപം അതുകൊണ്ടു ചിത്തത്തിലുണ്ടാകുന്നു. നിന്തിരുവടിയന്യേ ശരണം ഞങ്ങൾക്കില്ല. ശക്രാദിദേവഗണമിത്തം ചൊന്നതു കേട്ടു പുഷ്കരവമനനും പുഞ്ചിരി പൂണ്ടു ചൊന്നാൻ, അമരന്മാരാം നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ശമനവശന്മാരായുള്ള മനുഷ്യരെല്ലാം അന്തകനിങ്ങു യാഗം ദീക്ഷിച്ചു വസിക്കയാൽ അന്തം മനുഷ്യജനങ്ങൾക്കിപ്പോൾ ഇല്ലാഞ്ഞതും നിങ്ങളും നിങ്ങളുടെ വീര്യം കൊണ്ടവനുടെ അംഗമായി ഭവിച്ചിട്ടു കൊല്ലുവിൻ മനുഷ്യരെ. ധാതാവിന്നരുളിപ്പാടിങ്ങനെ കേട്ട ശേഷം ആതിഥേയന്മാരെല്ലാം പോയിതു യാഗത്തിങ്കൽ ചെന്നവർ മന്ദാകിനി തങ്കൽ വാണിയിടും നേരം. സ്വർണവർണ്ണത്തോടൊരു പുണ്ഡരീകത്തെ കണ്ടാർ. ചിത്രമെത്രയും എന്നോർത്തവരെല്ലാരിലും എത്രയും ശൂരനായ സൂത്രമാവതു നേരം. തത്ര ചെന്നിടു നേരം കാണായിതൊരുത്തിയെ ചിത്രഭാനുവിനു നേരാകിയ തേജസ്സോടും. അന്നേരം ജലാർത്ഥിനിയായേറ്റം കരയുന്ന തൻവിതൻ കണ്ണീരു വീണിതു ജലം തന്നിൽ. അവിടെയുണ്ടായൊരു കാഞ്ചനപദ്മം കണ്ടിട്ടവളോടമരേന്ദ്രൻ ചോദിച്ചു മധുരമായി, ആരെടോ നീ എന്ന് എന്നോടാദരാൽ പറയണം. നേരോടെ കരയുന്നതെന്തിനെന്നതും ചൊൽ നീ എന്നതു കേട്ട നേരം അവളും ചൊല്ലിടിനാൾ, എന്നെ നീ അറിയുന്നതില്ലയോ ദേവപദേ? നിർഭാഗ്യവതിയായോരെന്നുടെ ദുഃഖം മൂലം ഇപ്പോൾ ഞാൻ അറിയിക്കാം, എന്നോടുകൂടെ പോന്നാൽ. ഉമ്പരിൽ വമ്പും മുമ്പുമുള്ള നീ പോന്നിടുക മുമ്പിൽ ഞാൻ നടന്നിടാം, ഏതുമേ മടിക്കേണ്ട. എൻ പരിതാപത്തിന്റെ മൂലവുമറിഞ്ഞിടാം, നിൻ പ്രിയമതു വരും എന്നവൾ ചൊല്ലിയിടിനാൾ. അന്നേരം അവളുടെ പിന്നാലെ ചെന്ന നേരം വിണ്ണവർ നായകനു കാണായി വന്നിതു നേരെ. ദിവ്യനായിരിപ്പോരു പുരുഷൻ തന്നെ പൂർണ്ണ യൗവനത്തോടും ഒരു യുവതീരത്നത്തോടും. പർവ്വതശിരസി സിംഹാസനത്തിന്മേൽ അതിഗർവേണ ചൂതും പൊരുതിരുന്നിടുന്നതപ്പോൾ അഭ്യുത്ഥാനാദി സൽക്കാരങ്ങൾ ചെയ്കായ്ക മൂലം അഭ്രവാകനൻ കോപിച്ചളവ് വിശ്വനാഥൻ മന്ദഹാസവും ചെയ്തു തൃക്കൺ പാർത്തതു നേരം. ഇന്ദ്രനുമിളകാതെ നിന്നിതു കുറഞ്ഞൊന്നും. ദേവനും അക്ഷക്രീഡ കഴിഞ്ഞോരനന്തരം ദേവിയോടരുൾ ചെയ്തു, നീ ഇനിയൊന്നു വേണം
ഇപ്പോഴേ പുരന്തര ദർപ്പത്തെ കളയണം, പിൽപ്പാടു നന്നായി വരുമില്ല സംശയമേതും. ദേവിയാൽ സംസ്പൃഷ്ടനായൊരു നേരത്തു തന്നെ ദേവേന്ദ്രൻ വിത്രസ്ത്രങ്ങളാകും അംഗങ്ങളോടും വീണിതു ഭൂമി തന്നിൽ. അന്നേരം പശുപതി വാനർക്കോനോടിത്തമരുളി ചെയ്തിടിനാൻ, പർവ്വതോത്തമൻ തന്നെ പോയി വിവർത്തനം ചെയ്യുക. ദുർവീര്യമുള്ള ഭവാൻ അന്നേരം കാണാമല്ലോ, നിന്നോടു തുല്യന്മാരായി 4 പേരെയും അവർ വിണ്ണവർ നായകന്മാരായി എന്നതറിക നീ. എന്നതു കേട്ടു ശക്രൻ പർവ്വതോത്തമൻ തന്നെ ചെന്നുടൻ വിവർത്തനം ചെയ്തപ്പോൾ കാണായി വന്നു തുല്യ തേജസ്സിനാൽ ഇന്ദ്രന്മാരൊരുപോലെ. സ്വർലോകനാഥൻ താനും വേപത പൂണ്ടാനപ്പോൾ, ഞാനും ഇന്നവർകളെ പോലെയായി ചമഞ്ഞിടും നൂനമെന്നോർത്തു ഭയപ്പെട്ടിതു പുരന്ദരൻ. വജ്രപാണിയെ നോക്കി കോപിച്ചു ഗിരീശനും ഉജ്ജ്വലിച്ചേറ്റം ദീപ്തി പൂണ്ടുടൻ അരുൾ ചെയ്തു, ധിക്കരിച്ചതു മൂലം ശക്രന്മാരായി നിങ്ങൾ നിഷ്കൃതിയായി മാനുഷയോനിയിൽ പിറക്കപോയി. ഭാര്യയായി വരുമിവൾ നിങ്ങൾ കൈവർക്കും കൂടി, കാര്യങ്ങൾ പലതുണ്ടു നിങ്ങളാൽ സാധിപ്പാനും. ദിവ്യ ശസ്ത്രാസ്ത്രങ്ങളാൽ ദുഷ്ടരെയൊക്കെ വധിച്ചുർവീഭാരവും തീർത്തു വരുവിൻ നിങ്ങളെല്ലാം. പൂർവേന്ദ്രന്മാരും അതു കേട്ടുര ചെയ്തിടിനാർ, പാർവതീപതേ മോക്ഷം ഞങ്ങൾക്കു തന്നിടേണം. വീര്യഭർത്താക്കന്മാരായി വരിക വേണം ധർമ്മരാജനും അനിലനും ഇന്ദ്രനും ദ്രസ്യന്മാരും. പിന്നെയും വജ്രപാണി ചൊല്ലിനാൻ, ഭഗവാനോടൊന്നനുഗ്രഹിക്കേണം ഇനിയും ദയാനിധേ. കാര്യകാരണാലിനി ഞാനൊരു പുരുഷനെ വീര്യം കൊണ്ടുണ്ടാക്കുവാൻ അതിനുണ്ടൊന്നു വേണ്ടു. പഞ്ചമം മൽപ്രസൂതമാക്കേണം അവരിൽ വച്ച് അഞ്ചിത തേജോബല വീര്യശ്രീ കീർത്തിയോടെ. അതു കേട്ടവനോടുകൂടി വിശ്വേശൻ ചെന്നു മധുസൂദനൻ തന്നെ പ്രാർത്ഥിച്ചു വൃത്താന്തവും അറിയിച്ചതു. അന്നേരം നരനാരായണൻ പിറവി കൊണ്ടാർ. എന്നാൽ ഇന്ദ്രന്റെ വീര്യം നരൻ തന്നുടേയും ശമമായിക്കൊള്ളാമത്രയല്ല. നരകവൈരികേശായുകളാംശവും ഇപ്പോൾ ശുക്ലമാം വർണ്ണമൊന്നും മറ്റേതു കൃഷ്ണവർണ്ണം. തൽകേശയുഗളം തൽക്ഷേത്രങ്ങളാകുന്നതും അവയും യദുകുലേ നാരികളായി വന്നിടും. അവർക്കു നാമധേയം രോഹിണീ ദേവകിയും. അവരിൽ ശുക്ലം ബലദേവനായി ഭവിച്ചിടും അവനീപതേ. പിന്നെ കേശവൻ കൃഷ്ണാംശവും. ഇത്തം അഞ്ചിന്ദ്രന്മാർക്കുള്ള അഭിമാനാംശം വന്നു പൃഥ്വിയിൽ പാണ്ഡവന്മാരായതു നരപതേ. ലക്ഷ്മി തന്നംശ വ്യക്തിരൂപയാം കൃഷ്ണ താനും ഇക്ഷിതി തന്നിൽ തവ പുത്രിയായി പിറന്നതും വ്യക്തമായി കാൺമാൻ ദിവ്യലോചനം നൽകിയിടുവൻ ഒക്കവേ തീരും തവ സംശയമെന്നാലിപ്പോൾ. ഉൾക്കാമ്പു തെളിയേണം എന്നരുൾ ചെയ്ത മുനി മുഖ്യനും ദിവ്യചക്ഷുസ് അവനു നൽകിയിടിനാൽ. പഞ്ചപൂർവേന്ദ്രന്മാർ തൻ അഭിമാനാംശം പോന്നു പഞ്ചപാണ്ഡവന്മാരായി കാണായി പാഞ്ചാലനും ഒരുത്തൻ പലരായിട്ടിരിക്കുന്നതുമെന്ന് അങ്ങുറച്ചു മനസ്സി. പാഞ്ചാലനും അതു നേരം പാദപങ്കജങ്ങളിൽ വണങ്ങി ചൊല്ലിടിനാൻ, വേദവ്യാസനോ നോക്കി തെളിഞ്ഞു ഭക്തിയോടെ, ജ്ഞാനമില്ലാതെ ഞങ്ങൾ എന്തറിഞ്ഞിരിക്കുന്നു. ജ്ഞാനികളായ നിങ്ങൾ ചൊന്നതു കേൾക്കയന്യേ. എല്ലാം നിൻ തിരുവടി അരുളി ചെയ്യും വണ്ണം ഇല്ലല്ലോ ഞങ്ങൾക്കു മറ്റാധാരം തപോനിധേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ